റഷ്യൻ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ, രാജ്ഞി അലക്സാൻഡ്ര എന്നിവരുമായുള്ള തന്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ റാസ്പുട്ടിൻ സംതൃപ്തനായിരുന്നു. ആളുകളുടെ മുഖത്തു നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് റാസ്പുട്ടിൻ നേടിയെടുത്തിട്ടുണ്ട്. ഭയത്തിന്റെയും ഭാവിയെക്കുറിച്ചോർത്തുള്ള സുരക്ഷിതത്വമില്ലായ്മയുടെയും നടുവിലാണ് സാർ ചക്രവർത്തിയും സാറിനെയും എന്ന കാര്യം വ്യക്തം. അവരൊരു ആത്മീയ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മതിപ്പും അംഗീകാരവും താൻ നേടിക്കഴിഞ്ഞു. അയാൾ ശുഭപ്രതീക്ഷയോടെ കൊട്ടാരത്തിൽ നിന്നും മടങ്ങി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വന്തം നാടായ പൊക്രോവ്സ്കോയയിലേക്ക് പോയ റാസ്പുട്ടിൻ പിന്നീടുള്ള 9 മാസം അവിടെ തന്നെ താമസിച്ചു. പൊക്രോവ്സ്കോയയിൽ ഏറെക്കാലം അങ്ങനെ തുടരുന്ന പതിവ് റാസ്പുട്ടിനില്ല. ഇത്തവണ ഇവിടെ കഴിയുമ്പോൾ ഏത് നിമിഷവും കൊട്ടാരത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെ തേടി വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. നിക്കോളാസിനെയും അലക്സാൻഡ്രയെയും തന്റെ വാക്കുകൾ ആകർഷിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അവർ തന്നെ തേടി എത്തുക തന്നെ ചെയ്യും. പക്ഷേ കാത്തിരിപ്പ് നീളുകയാണ്. ഒടുവിൽ 1906 ജൂലൈ മാസത്തിൽ റാസ്പുട്ടിൻ ആരും ക്ഷണിക്കാതെ തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തിരികെ എത്തി. തുടർന്ന് നിക്കോളാസ് ചക്രവർത്തിക്ക് ഒരു ടെലിഗ്രാം അയച്ചു. വെർഖോച്ചുറയിലെ സൈമൺ പുണ്യവാളന്റെ ഒരു രൂപം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അങ്ങനെ ജൂലൈ 18 ഒരിക്കൽ കൂടി നിക്കോളാസിന്റെയും അലക്സാൻഡ്രയുടെയും സന്നിധിയിൽ റാസ്പുട്ടിനെത്തി. ഇത്തവണയും അതൊരു ചെറിയ കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷേ കിട്ടിയ സമയം ഉപയോഗിച്ച് നിക്കോളാസിനെ നന്നായി സന്തോഷിപ്പിക്കാൻ റാസ്പുട്ടിന് കഴിഞ്ഞു. നാട്ടിൽ രാജവാഴ്ചയ്ക്കെതിരെ നടക്കുന്ന കലാപങ്ങളെ അയാൾ നിശിതമായി കുറ്റപ്പെടുത്തി. റഷ്യയിലെ ജനങ്ങൾ സാർ ചക്രവർത്തിമാരുടെ കുടുംബത്തിനൊപ്പമാണെന്ന് ആണയിട്ടു. നിക്കോളാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് റാസ്പുട്ടിൻ പറഞ്ഞത്. ദൈവത്തിന്റെ ദൂതനാണ് റാസ്പുട്ടിനെന്ന് അലക്സാൻഡ്ര തീർച്ചപ്പെടുത്തി. റഷ്യയിലെ ദരിദ്ര കർഷകർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും തന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് റാസ്പുട്ടിനെന്ന് നിക്കോളാസ് ചിന്തിച്ചു. റാസ്പുട്ടിൻ വീണ്ടും സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയ സന്ദർഭത്തിൽ നിക്കോളാസ് രണ്ടാമൻ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ നേരിടുകയായിരുന്നു. 1905 നടന്ന റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട റഷ്യൻ പാർലമെന്റായ ഡ്യൂമയുമായി അദ്ദേഹം നിരന്തരം സംഘർഷത്തിലാണ്. ഡ്യൂമയുമായി അധികാരം പങ്കിടാൻ നിക്കോളാസ് ഒരുക്കമല്ല. അവരാകട്ടെ രാജ്യത്തെ ജനാധിപത്യവൽക്കരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും വോട്ടവകാശം, ഉദാരമായ ഭൂപരിഷ്കരണം, രാഷ്ട്രീയ തടവുകാരുടെ മോചനം, ഇങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ ആവശ്യങ്ങൾ. റൊമാനോവ് രാജവംശം 300 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ രാജവാഴ്ച തന്നെ വെല്ലുവിളി നേരിടുകയാണ്. ഇങ്ങനെ വിഷമകരമായ ഒരു സന്ദർഭത്തിൽ ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന ഒരു ദിവ്യപുരുഷൻ ജനങ്ങൾക്കും തനിക്കുമിടയിൽ ദൂതനായി ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് നിക്കോളാസിന് തോന്നി. എന്നാൽ വീണ്ടും റാസ്പുട്ടിൻ നിക്കോളാസിന്റെ കൊട്ടാരത്തിലെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾക്ക് വേണ്ടിയായിരുന്നില്ല. രാജകുമാരന്റെ രോഗം കലശലായ സന്ദർഭത്തിൽ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നന്വേഷിച്ച് അലക്സാൻഡ്ര രാജ്ഞി റാസ്പുട്ടിനെ കൊട്ടാരത്തിലേക്ക് വരുത്തുകയായിരുന്നു. നിക്കോളാസ് രണ്ടാമന്റെയും അലക്സാൻഡ്രയുടെയും മാത്രമല്ല, ആ കുടുംബത്തിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം അവരുടെ ഇളയ പുത്രനായ അലക്സി നിക്കോളോവിച്ചാണ്. കുടുംബത്തിലെ ഒരേ ഒരാൺതരി. ഏറെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് അവൻ പിറന്നത്. സഹോദരിമാരായ രാജകുമാരിമാരും അമ്മ അലക്സാൻഡ്രയും അവനെ ഒരു നിമിഷം പോലും പിരിയാൻ തയ്യാറായിരുന്നില്ല. കുട്ടി ജനിച്ച് അധിക ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ അവന് ഹീമോഫീലിയ എന്ന രോഗമുണ്ടെന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ അവനെ സ്വതന്ത്രമായി വിടാൻ അവർക്ക് ഭയമായി. അതിനാൽ ഓർമ്മ വച്ച കാലം മുതൽ അലക്സിക്ക് എല്ലാത്തിനും വിലക്കാണ്. ഓടിച്ചാടിയുള്ള കളികളോ കുതിരസവാരിയോ കൊട്ടാരത്തിനു പുറത്തുള്ള വിനോദങ്ങളോ ഒന്നും അവന് അനുവദനീയമല്ല. ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ടും
ഒരു ചെറിയ പനിയോ കുഞ്ഞു മുറിവോ മതി അലക്സിക്ക് രക്തസ്രാവം തുടങ്ങാൻ. അതാണ് ഹീമോഫീലിയ എന്ന രോഗത്തിന്റെ പ്രത്യേകത. രക്തസ്രാവം തുടങ്ങിയാൽ പിന്നെ പെട്ടെന്നൊന്നും രക്തം കട്ട പിടിക്കില്ല. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരു ചെറിയ പനിയെ തുടർന്ന് വിശ്രമിക്കുകയായിരുന്നു രാജകുമാരൻ. പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്നും ചെറുതായി രക്തം വരാൻ തുടങ്ങി. അലക്സാൻഡ്ര തുണികൾ മാറ്റി മാറ്റി വച്ചു നോക്കി. ഐസ് വെച്ച് ശരീരം തണുപ്പിക്കാൻ നോക്കി. രക്ഷയില്ല. വീണ്ടും രക്തം വരുന്നുണ്ട്. കുട്ടി ആകെ പേടിച്ചു കരയുകയാണ്. അമ്മയുടെ സങ്കടം അവന്റെ പരിഭ്രമം കൂട്ടുന്നതേയുള്ളൂ. കൊട്ടാരത്തിലെ ഡോക്ടർ എപ്പോഴും അലക്സിയുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ചികിത്സ തുടങ്ങിയിരുന്നു. എന്നിട്ടും രക്തമൊഴുകുന്നത് നിൽക്കുന്നില്ല. മരുന്ന് ഫലിക്കാൻ സമയമെടുക്കും. അതുവരെ പരിഭ്രമിക്കാതിരിക്കൂ, അദ്ദേഹം അലക്സാൻഡ്രയോട് പറഞ്ഞു നോക്കി. പക്ഷേ അവർ അതൊന്നും കേൾക്കുന്നുപോലും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ പേടിച്ചരണ്ട മുഖം മാത്രമാണ് അവരുടെ കൺമുന്നിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊട്ടാരത്തിൽ തങ്ങളെ സന്ദർശിക്കാനെത്തിയ റാസ്പുട്ടിനെക്കുറിച്ച് അവർ പെട്ടെന്നോർത്തു. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, അലക്സിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും, അവർ പറയാൻ തുടങ്ങി. ഉടൻ തന്നെ രാജ്ഞിയുടെ ഉത്തരവനുസരിച്ച് റാസ്പുട്ടിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ രാജസേവകർ പുറപ്പെട്ടു. അവർ റാസ്പുട്ടിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം കുറച്ച് ഉന്മാദാവസ്ഥയിലായിരുന്നു. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഏതാനും ദിവസം മുൻപ് കൊട്ടാരത്തിലെത്തിയ സന്യാസി തുല്യനായ വ്യക്തിയെയല്ല അവർ കണ്ടത്. പ്രഭുക്കളും പുരോഹിതന്മാരും വഴി നടക്കാൻ മടിക്കുന്ന തെരുവിൽ മദ്യപിച്ച് എന്തൊക്കെയോ പുലമ്പുന്ന അവസ്ഥയിലായിരുന്നു റാസ്പുട്ടിൻ. അയാളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞു നാറിയിരുന്നു. ആളുകൾക്ക് പേടി തോന്നുന്ന വിധത്തിൽ പരുഷമായിരുന്നു മുഖഭാവം. എങ്കിലും രാജദൂതന്മാർ റാസ്പുട്ടിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഒരു സങ്കോചവുമില്ലാതെ, ആരോടും ആദരവ് പ്രകടിപ്പിക്കാതെ റാസ്പുട്ടിൻ നേരെ കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെന്നു. അയാളുടെ വരവ് നിക്കോളാസിനെ ശരിക്കും അമ്പരപ്പിച്ചു. ഇങ്ങനെ ആദരവില്ലാതെ ഒരാൾ തന്റെ മുന്നിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നത് ആദ്യമായാണ്. പ്രകടമായ ക്ഷോഭത്തോടെയാണ് നിക്കോളാസ് റാസ്പുട്ടിന്റെ നേർക്ക് നോക്കിയത്. രാജാവിന്റെ നീരസമൊന്നും റാസ്പുട്ടിൻ പരിഗണിച്ചില്ല. അയാൾ അലക്സി എവിടെയാണ് കിടക്കുന്നത് എന്നന്വേഷിച്ചു. ഭർത്താവിന്റെ അതൃപ്തി ഗൗനിക്കാതെ അലക്സാൻഡ്ര റാസ്പുട്ടിനെ അലക്സി നിക്കോളോവിച്ചിന്റെ കിടക്കയ്ക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അലക്സി ഉറങ്ങുകയാണ്. അവനെ ഉണർത്തരുത്. മകന്റെ കിടക്കയ്ക്കരികിലേക്ക് പോകുന്ന റാസ്പുട്ടിനോട് ഒരിക്കൽ കൂടി നിക്കോളാസ് പറഞ്ഞു നോക്കി. അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടിയുടെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തി നിന്നു. അവന്റെ നെറ്റിയിൽ പതുക്കെ കൈ ചേർത്തു. നിക്കോളാസിനും അലക്സാൻഡ്രയ്ക്കും പുറമെ കൊട്ടാരത്തിലെ പരിചാരകരും നിക്കോളാസിന്റെ അംഗരക്ഷകരും അലക്സിയെ പരിശോധിക്കുന്ന ഡോക്ടറും അവിടെയുണ്ട്. അവരെല്ലാവരും ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ആ രംഗം കണ്ടുനിന്നു. അലക്സി പതുക്കെ കണ്ണു തുറന്ന് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. റാസ്പുട്ടിന്റെ മുഖം കുട്ടിയെ ഭയപ്പെടുത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവൻ വളരെ ശാന്തനായി മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. റാസ്പുട്ടിൻ അതിന് കാര്യമായ ഉത്തരമൊന്നും പറഞ്ഞില്ല. അലക്സിയുടെ നെറ്റിയിൽ തടവിക്കൊണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവനോട് ചോദിച്ചു. കുട്ടി മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് സുഖം തോന്നുന്നതായി പറഞ്ഞു. റാസ്പുട്ടിൻ അവനോട് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പറഞ്ഞു. കുട്ടി പതുക്കെ പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നു. അവന്റെ മുഖത്തപ്പോൾ വേദനയുടെ നിഴൽ ഉണ്ടായിരുന്നില്ല. അവിടെ കൂടി നിന്നവർ അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു നിന്നു. അലക്സാൻഡ്ര ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞുപോയി.
നിക്കോളാസും അവിശ്വസനീയതയോടെ ആ രംഗം നോക്കി നിന്നു. അലക്സിയെ ചികിത്സിച്ച ഡോക്ടർ മാത്രം താൻ കുട്ടിക്ക് മരുന്ന് കൊടുത്തിരുന്നുവെന്ന് പതുക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ ഇതുവരെ അവൻ എഴുന്നേറ്റിരുന്നില്ലല്ലോ. ഡോക്ടറുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് നിക്കോളാസ് പറഞ്ഞു. മരുന്ന് ഫലിച്ചു തുടങ്ങാൻ സമയമെടുക്കും, ഡോക്ടർ ആരോടെന്നില്ലാതെ പതുക്കെ പറഞ്ഞു. റാസ്പുട്ടിൻ അവിടെ കാട്ടിയത് അത്ഭുതമോ ജാലവിദ്യയോ അതോ അയാളുടെ ഇച്ഛാശക്തിയുടെ ബലം കൊണ്ട് അലക്സിയുടെ പ്രജ്ഞയെ വരുതിയിലാക്കിയതോ? ഏതാണ് സംഭവിച്ചതെന്ന് നിശ്ചയമില്ല. ഏതായാലും ഈ സംഭവം കൂടി കഴിഞ്ഞതോടെ അലക്സാണ്ട്ര അയാളെ പൂർണ്ണമായും വിശ്വസിച്ചു. തന്റെ മകനെ രക്ഷിക്കാനായി അവതരിച്ച അവതാര പുരുഷനായി അയാളെ അവർ സ്വീകരിച്ചു. നിക്കോളാസിനും തന്റെ കൺമുന്നിൽ കണ്ട കാഴ്ചയെ അവഗണിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം റാസ്പുട്ടിനോട് നന്ദി പറയാൻ തുനിഞ്ഞു. റാസ്പുട്ടിൻ പക്ഷേ അതൊന്നും കേൾക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല. അലക്സിയുടെ രോഗം വിട്ടുമാറിയപ്പോൾ അവന്റെ ക്ഷീണവും അസ്വസ്ഥതകളും അയാളിലേക്ക് പകർന്നതുപോലെയാണ് പെരുമാറ്റം. അയാൾ വേച്ചു മുന്നോട്ട് നീങ്ങി. റാസ്പുട്ടിനെ സ്വസ്ഥമായി ഒരിടത്തിരുത്താനും അയാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാനും നിക്കോളാസ് നിർദ്ദേശിച്ചു. ആ സന്ദർഭത്തിൽ റാസ്പുട്ടിനെ പരിചരിക്കാനുള്ള ചുമതല അലക്സാണ്ട്ര തന്നെ ഏറ്റെടുത്തു. അസാധാരണമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ തവണ റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ വെച്ച് അലക്സിയെ മാത്രമല്ല, നിക്കോളാസ് രണ്ടാമന്റെയും അലക്സാണ്ട്രയുടെയും മൂത്ത പെൺകുട്ടികളെയും പരിചയപ്പെട്ടു. ഗ്രിഗറി എന്ന പുരോഹിതൻ, നമ്മുടെ ഒരു മിത്രം. ഇങ്ങനെയാണ് രാജകീയ ദമ്പതിമാർ കുട്ടികൾക്ക് റാസ്പുട്ടിനെ പരിചയപ്പെടുത്തിയത്. അവർ റാസ്പുട്ടിനോട് വളരെ പെട്ടെന്നിണങ്ങി. അലക്സാണ്ട്ര റാസ്പുട്ടിനോട് തന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. കുട്ടിയുടെ രോഗത്തെക്കുറിച്ച് അവർ പറയുന്നതെല്ലാം റാസ്പുട്ടിൻ കേട്ടു. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? റാസ്പുട്ടിൻ അവരോട് തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതുമാത്രം മതി, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അയാൾ പറഞ്ഞു. അവന് പ്രത്യേകിച്ച് ഒരു രോഗവുമില്ലെന്നും അയാൾ കൂട്ടിച്ചേർത്തു. സാർ ചക്രവർത്തിയുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്നും അവർ കൊട്ടാരത്തിന്റെ നാശമാണ് ആഗ്രഹിക്കുന്നതെന്നും മറ്റും അവ്യക്തമായി പറഞ്ഞുവെച്ചിട്ടാണ് അന്ന് റാസ്പുട്ടിൻ അവിടം വിട്ടുപോയത്. ഒരു ഉന്മാദിയെപ്പോലെ അയാൾ കൊട്ടാരത്തിലേക്ക് വന്നു. ഉന്മാദിയെപ്പോലെ തന്നെ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. അലക്സി ഇത്ര പെട്ടെന്ന് രോഗവിമുക്തനായത് റാസ്പുട്ടിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്ന് അലക്സാണ്ട്ര പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങി. ആ വിശ്വാസം അവർ മകനിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. റഷ്യയിൽ രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് സഹായികളായി ഉന്നത പ്രഭുകുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ നിയമിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു യുവതിയാണ് അന്ന വൈരുബോവ. അവർ ഏറെക്കാലമായി കൊട്ടാരത്തിലുണ്ട്. അലക്സാണ്ട്രയോട് ഏറെ വിശ്വസ്തതയും കൂറും പുലർത്തുന്ന ഒരു യുവതി. തന്നോടുള്ള അന്ന വൈരുബോവയുടെ സ്നേഹവും വിധേയത്വവും അലക്സാണ്ട്രയ്ക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. റാസ്പുട്ടിൻ കൊട്ടാരത്തിലുള്ളപ്പോൾ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായി അലക്സാണ്ട്ര അന്ന വൈരുബോവയെ ചുമതലപ്പെടുത്തി. അതിനു പുറമെ റാസ്പുട്ടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അന്നയെ റാസ്പുട്ടിന്റെ നാടായ പൊക്രോവ്സ്കോയയിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ റാസ്പുട്ടിന്റെ നാടും അവിടെയുള്ള വീടുകളും ആ പ്രദേശത്തുള്ള ഏതാനും മൊണാസ്ട്രികളും അവർ സന്ദർശിച്ചു. തിരികെ കൊട്ടാരത്തിലെത്തിയ അന്ന രാജ്ഞിയോട് റാസ്പുട്ടിനെക്കുറിച്ച് കേട്ട നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇതിനകം തന്നെ അവർ റാസ്പുട്ടിനുമായി നല്ല ബന്ധത്തിലായി കഴിഞ്ഞിരുന്നു. മൊണ്ടിനെഗ്രോയിലെ രാജകുമാരിമാരും റൊമാനോവ് രാജകുടുംബത്തിലെ ബന്ധുക്കളുമായി മിലിറ്റ്സയ്ക്കും അനസ്റ്റീഷ്യയ്ക്കും പുറമെ അന്ന വൈരുബോവയും റാസ്പുട്ടിന്റെ വിശ്വസ്തയായി മാറി. അവർ മൂവരുമാണ് കൊട്ടാരത്തിൽ അലക്സാണ്ട്രയോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന സ്ത്രീകൾ. ഇടയ്ക്കെല്ലാം റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ സന്ദർശനം നടത്താൻ തുടങ്ങി. അലക്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. അലക്സിക്കൊപ്പം മറ്റുള്ള രാജകുമാരിമാരുമായും റാസ്പുട്ടിൻ സമയം ചെലവഴിച്ചു. അതിന് അലക്സാണ്ട്രയുടെ അനുവാദമുണ്ടായിരുന്നു.
കുട്ടികൾക്കിഷ്ടമാകുന്ന വിധത്തിൽ വർത്തമാനം പറയാനും അവരുമായി കളിക്കാനും റാസ്പുട്ടിൻ ഒരുക്കമായിരുന്നു. റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ വരുമ്പോഴെല്ലാം അയാൾക്കു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് അന്ന വൈരുബോവയാണ്. അവർ തന്റെ സ്വകാര്യ പ്രശ്നങ്ങളും മറ്റും റാസ്പുട്ടിനുമായി ചർച്ച ചെയ്യാറുണ്ട്. 1 മാസം കഴിയുമ്പോൾ അന്ന വൈരുബോവയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ വിവാഹം നടക്കുമെങ്കിലും ആ ബന്ധം സുഖകരമായിരിക്കില്ലെന്ന് റാസ്പുട്ടിൻ അന്നയ്ക്ക് മുന്നറിയിപ്പ് നൽകി. റാസ്പുട്ടിൻ പ്രവചിച്ചതുപോലെ അവരുടെ വിവാഹബന്ധം തകരുകയും ചെയ്തു. പിൽക്കാലത്ത് ഇതും റാസ്പുട്ടിനെക്കുറിച്ചുള്ള അത്ഭുത കഥകളിലൊന്നായി മാറി. വൈകാതെ അന്ന വൈരുബോവ റാസ്പുട്ടിന്റെ ഒരു വക്താവിനെ പോലെ സംസാരിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ അവർക്ക് റാസ്പുട്ടിനുമായി കുറച്ചുകാലത്തെ പരിചയമേ ഉള്ളൂ. എങ്കിലും ദീർഘകാലമായി അയാളെ അറിയാവുന്നതുപോലെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുക. റാസ്പുട്ടിന്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ചും ലളിതവും എളിമയാർന്നതുമായ ജീവിതത്തെക്കുറിച്ചും എത്ര പറഞ്ഞാലും അന്ന വൈരുബോവയ്ക്ക് മതിയാകില്ല. ഈ കഥകൾ കേൾക്കാൻ ഏറ്റവും താൽപ്പര്യം അലക്സാൻഡ്രയ്ക്കായിരുന്നു.